മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല. ശരിയല്ലേ? 100 വട്ടം ശരിയാണ്. കാരണം മൊബൈലും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതുപോലെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അല്പനിമിഷം പോലും മൊബൈൽ നോക്കാതെ അല്ലെങ്കിൽ മൊബൈല് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറഞ്ഞാൽ അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചാണ്. ഫോൺ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വന്തം വീട്ടിലുള്ളവരെ ഫോൺ വിളിക്കുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണമെന്നില്ല കേട്ടോ. സ്വന്തം വീട്ടിലുള്ളവരെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഫോർമാലിറ്റികൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ പുറത്ത് അന്യരായ ഒരാളെ വിളിക്കുമ്പോൾ, അതായത് കുടുംബത്തിന് പുറത്തുള്ള ഒരാളെ കോൾ ചെയ്യുമ്പോൾ ഈ മര്യാദകൾ പാലിക്കുന്നത് കൂടുതൽ ബെറ്ററാണ്. അതായത് നമ്മളൊരാളെ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത്? കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഹലോ എന്ന് പറയും. ഹലോ എന്ന് പറഞ്ഞിട്ട് അവരെ വിഷ് ചെയ്യുക. ഒന്നുകിൽ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ്. ഇത് പറഞ്ഞ് വിഷ് ചെയ്യുക. അതൊന്നുമല്ലെങ്കിൽ ഹലോ നമസ്കാരം എന്ന് പറഞ്ഞു വേണം കോൾ സ്റ്റാർട്ട് ചെയ്യാൻ, കോൾ ആരംഭിക്കാൻ. പിന്നീട് അതിനുശേഷം നമ്മുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ആ വ്യക്തിയോട് പറയുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരാളിനെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ മര്യാദകൾ നമ്മുടെ വീട്ടിലുള്ളവരെ കോൾ ചെയ്യുമ്പോൾ പാലിക്കണമെന്നില്ല. എങ്കിൽ ഈ മര്യാദകൾ പാലിച്ച് വീട്ടിലുള്ളവരെ കൂടി കോൾ ചെയ്തു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യും? സുദൃഢമായി നിലനിൽക്കും കേട്ടോ. ഓർത്തിട്ടുള്ളത്. അതുപോലെ ഒരു വ്യക്തിയെ നമ്മൾ തുടർച്ചയായി രണ്ടു വട്ടം കോൾ ചെയ്തിട്ട് മൂന്നാമത് കോൾ ചെയ്യരുത് കേട്ടോ. നമ്മളിപ്പോൾ ഒരാളെ കോൾ ചെയ്തു, അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. രണ്ടാമത് വീണ്ടും ഒന്നുകൂടി കോൾ ചെയ്തു, അന്നേരം അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ മൂന്നാമത് അദ്ദേഹത്തെ കോൾ ചെയ്യരുത് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും അസൗകര്യമുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കാത്തത് അല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് എന്ത് ചെയ്യുക? നമ്മൾ അല്പനേരം വെയിറ്റ് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് അത്ര അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും അങ്ങോട്ട് വിളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2 പ്രാവശ്യമൊക്കെ കോൾ കാണുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വിളിക്കും കേട്ടോ. അല്ല നമ്മൾ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം കോൾ എടുത്തില്ല, മൂന്നാമത് വീണ്ടും കോൾ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുക്കുകയും ചിലപ്പോൾ എന്ത് ചെയ്യും? മനുഷ്യനാണ്, എല്ലാവർക്കും എപ്പോഴും ക്ഷമയൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇത് ദേഷ്യപ്പെടുമ്പോൾ ഇത് ഫോൺ വിളിച്ച ആൾക്ക് എന്ത് ചെയ്യും? മനസ്സിന് പ്രയാസമുണ്ടാകും, അയാൾക്ക് സങ്കടമുണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് കേട്ടോ. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മര്യാദകൾ നമ്മുടെ വീട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ പാലിക്കണമെന്നില്ല കേട്ടോ. വീട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ നമ്മുടെ അമ്മയോ അച്ഛനെയോ ഒക്കെ വിളിക്കുമ്പോൾ ഇത് ഇങ്ങനെ സഹോദരങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഫോർമാലിറ്റി ഒന്നും പാലിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ അപരിചിതനല്ല, നമുക്ക് പരിചിതനാണ്. കുടുംബത്തിന് പുറത്തുള്ള ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേട്ടോ വീട്ടുകാരനല്ലാത്ത ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ മര്യാദകളൊക്കെ പാലിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു രാത്രി 8 മണിക്ക് ശേഷം കഴിവതും ഒരാളെയും ഫോൺ വിളിക്കരുത് കേട്ടോ. 8 മണി അല്ലെങ്കിൽ അത്ര അർജൻറ്റ് മാറ്റർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ 8 മണിക്ക് ശേഷം, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിലുള്ളവരെ കോൾ ചെയ്യുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണമെന്നില്ല. അന്യരായ ഒരു വ്യക്തിയെ കോൾ ചെയ്യുമ്പോൾ രാത്രി ഒരു 8 മണിക്ക് ശേഷം കഴിവതും കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക കേട്ടോ. എന്തായാലും കാര്യമുണ്ടെങ്കിൽ രാവിലെ വിളിച്ച് പറയുക, രാവിലെ കോൾ ചെയ്ത് പറയുക. അതാണ് കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഒരാൾ നമ്മളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കോൾ ചെയ്യുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അന്നേരം ആ സംസാരം അവിടെ നിർത്തുക. അതുപോലെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരാൾ കോൾ വെച്ച് കഴിഞ്ഞാൽ അത്ര അർജൻറ്റ് റീസണാണ് അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ കോൾ ചെയ്യരുത് കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഒരാൾ ഫോൺ വെച്ചാൽ അയാൾക്ക് ഉറക്കം വരുന്നു, അയാൾ ഉറങ്ങാൻ പോകുന്നു എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ അയാളെ കോൾ ചെയ്യരുത്. പിന്നെ അത്ര അർജൻറ്റ് മാറ്ററാണ് എന്ത് ചെയ്യുക? കോൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ രാത്രി കഴിവതും കോൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാരണം ചിലരൊക്കെ രാത്രിയിൽ നേരത്തെ ഉറങ്ങുന്നവരെ. നമ്മൾ പെട്ടെന്ന് ഒരാളെ കോൾ ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പെട്ടെന്ന് ഉറക്കത്തിൽ ചാടിയിട്ട് വീഴായിരിക്കും.
ചിലപ്പം അത് അന്നേരത്തെ മാനസികാവസ്ഥ എന്തുവാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പം അന്നേരം ദേഷ്യമാണോ സങ്കടമാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ അദ്ദേഹം അന്നേരത്തെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആൾക്ക് എന്തായിട്ട് മാറും? പ്രയാസമായിട്ട് മാറും കേട്ടോ. അതുകൊണ്ട് ഈ ഫോൺ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വീട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണമെന്നില്ല. ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെയും കോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ വീട്ടുകാരെയും വീട്ടിലുള്ളവരെയും നമ്മൾ ഈ മര്യാദകൾ പാലിച്ചാണ് കോൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ബന്ധങ്ങളൊക്കെ സുദൃഢമായി നിൽക്കും കേട്ടോ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാവും. ചിലപ്പോൾ അച്ഛനെ ആരും ഫോൺ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടും. എന്ത് എപ്പോഴും വിളിക്കുന്നത് എന്തോ ദേഷ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ആരെയും വിളിക്കുന്നത് മര്യാദകൾ പാലിച്ചുകൊണ്ട് കോൾ ചെയ്യുക കേട്ടോ.